തിന്മയെ എതിർക്കുക, നന്മയെ കൽപ്പിക്കുക. അതാണ്. അത് പല രൂപത്തിലുണ്ടാവാം. ഈ പറഞ്ഞ പോലെ കൈകൊണ്ടുണ്ടാവും, നാവുകൊണ്ടുണ്ടാവും, കൽബ് കൊണ്ടുണ്ടാകും. അതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു മാതൃകമായി ജീവിച്ച് കാണിച്ചു കൊടുക്കൽ ദൈവത്തിൻ്റെ ഭാഗമാണ്. ഏത് ഓരോ സന്ദർഭം എന്തിനെയാണോ തേടുന്നത് അതാണ് വേണ്ടത്. ഒരാൾ ഇത് മാത്രമേ ചെയ്യുള്ളൂ തീരുമാനിക്കാൻ പറ്റില്ല. അത് പറ്റും. നന്മ ചെയ്യാം, നന്മ പരസ്യപ്പെടുത്താലോ, സ്വതക്ക പരസ്യപ്പെടുത്താം. എന്തിനു വേണ്ടി? ഞാൻ ചെയ്യുന്ന ആളാണ് തോന്നാനല്ല, അത് കണ്ടിട്ട് മറ്റുള്ളവർ ചെയ്യട്ടെ, അതിനുവേണ്ടി ചെയ്യാം. ഒരു കുഴപ്പമില്ല. അല്ലാഹ് പറഞ്ഞില്ലേ, നിങ്ങൾ സ്വതക്ക പരസ്യപ്പെടുത്തുന്നുവെങ്കിൽ നല്ല കാര്യമാണ്, സ്വകാര്യമാക്കുന്നുവെങ്കിലോ അതും നല്ല കാര്യമാണ്. ഇപ്പം ചില സ്ഥലത്ത് പരസ്യപ്പെടുത്തേണ്ടി വരും. അവിടെ അതിന് ഒരു മുമ്പിൽ നിൽക്കുന്ന ആളാണ്. അവർ ഒരു വിഷയം വന്ന് അയാൾ പറഞ്ഞു യാത്ര കൊടുക്കാം. അപ്പോൾ സമയത്ത് മറ്റൊക്കെ എന്തു യാത്ര കൊടുക്കാം. അപ്പോൾ എല്ലാവരും കൊടുക്കാൻ ഇതിന് പക്ഷേ പ്രചോദനമായി മാറും. അല്ലാതെ അയാൾക്ക് അതുകൊണ്ട് ഒരു പേരിന് വേണ്ടിയാണെങ്കിൽ അയാളുടെ പൈസ പോയി. നേരെ മറിച്ച് എല്ലാവർക്കും അത് പ്രചോദനമാകുമെങ്കിൽ അതൊരു പക്ഷെ പരസ്യപ്പെടുത്തൽ ഖൈറായിരിക്കും. അപ്പോൾ ചില സ്ഥലത്തൊക്കെ അങ്ങനെ ഉണ്ടാവാം. എന്താണെങ്കിലും നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് ഈ ഉമ്മത്തിൽ ഖിയാമത്ത് വരെ നിലനിൽക്കേണ്ടുന്ന ഒരു അടിസ്ഥാന ബാധ്യതയാണ്. അത് മാറ്റിവെച്ചുകൊണ്ട്, അതിൽ അട്ടിമറിച്ചുകൊണ്ട്, അത് വേണ്ടെന്ന് വെച്ചുകൊണ്ടൊന്നും പറ്റില്ല. നന്മ കൽപ്പിക്കേണ്ട, തിന്മ വിരോധിക്കേണ്ട പറ്റൂല. തിന്മ വിരോധിക്കണം, നന്മ കൽപ്പിച്ചാൽ മതി, അത് പറ്റൂല. നന്മ കൽപ്പിക്കേണ്ട, തിന്മ വിരോധിച്ചാൽ മതി, അതും പറ്റില്ല. ഇത് അള്ളാഹു റസൂൽ നിശ്ചയിച്ചു തന്ന ഒരു രീതിയാണ്. ആ റൂട്ടിൽ തന്നെ അത് പോകേണ്ടതുണ്ട്. അള്ളാഹു അഅലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഷർത്ത് അറിഞ്ഞുകൊണ്ടേ പറയുള്ളൂ. ഷർത്ത് എണ്ണി പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. അതിപ്പോൾ ഇങ്ങനെ പിന്നെ സുഹൃത്തായ കിതാബിൽ വന്ന അതേ ഷർത്ത് എണ്ണി പറഞ്ഞ് പഠിച്ചെങ്കിലേ ഇതാവുള്ളൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഷർത്ത് കൂടി അറിയുന്നത് തന്നെയാണ്. ഒന്നെന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഷർത്ത് എന്നാണ് ഇൽമാണ്. അതെന്താ ഇൽമ്? അല്ലാഹു ഇലാഹ ഇല്ല എന്നുള്ളത് ഓരത്ര ബോധ്യം വേണം. ഓരോ സംശയം അല്ലാഹ് മാത്രമാണോ വേറെ ഉണ്ടാവുമോ? പിന്നെ ഓരോ കൊണ്ട് അത് പറഞ്ഞെടുക്കാൻ വയ്ക്കോ? അതാണ് ഇൽമ്. അൽ ഇൽമുൽ മുനാഫി ലിൽ ജഹില്ല, ജഹിലിനെ ഇല്ലാതാക്കുന്ന ഇൽമ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ വഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ യഖീൻ വേണം. അൽ മുനാഫി ലിശ്ശക്കി, സംശയത്തെ ഇല്ലാതാക്കുന്ന യഖീൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ല എന്ന് ഓരത്രയും ഉറപ്പ് വേണം. ഇതാണ് ഷർത്ത്. അത് ഒരാൾക്ക് ചൊല്ലിപ്പറയാൻ കഴിയൂല. അതുകൊണ്ട് അയാൾ അയാളുടെ ശരീരമില്ല, ഉറപ്പൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതൊക്കെ ചൊല്ലിപ്പടിച്ച ആളേക്കാൾ ഉറപ്പ് ഇതൊന്നും ചൊല്ലിപ്പടിക്കാത്തൊന്നും ഇങ്ങനെ ഒരു ഷർത്തുണ്ട് പോലും അറിയാത്ത സാധാരണക്കാരന് ബലക്കളൊക്കെ ചിലപ്പോൾ ഉറപ്പുണ്ടാവും ചെയ്യും. അതുണ്ടായാൽ മതി. അല്ലാതെ ആ കിതാബ് ഓതെങ്കിലേ പറ്റുള്ളൂ, ആ ദർശനം പങ്കെടുത്തെങ്കിലേ പറ്റുള്ളൂ, അങ്ങനെ ചോദിച്ചാൽ 1 2 3 5 6 ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിയെങ്കിലേ പറ്റുള്ളൂ. ഓൻ ഇൽമുണ്ട് അല്ലെങ്കിൽ ഇൽമില്ല, അതൊന്നുമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെല്ലാം ആശയത്തെയാണ് ഉൾക്കൊള്ളുന്നത്, ആ ആശയത്തെ അറിഞ്ഞ് ബോധ്യപ്പെട്ട് മനസ്സുകൊണ്ട് അത് ഉൾക്കൊണ്ട ഒരാളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വക്താവ്. അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കും വേണം. അല്ലാതെ അതിനിങ്ങനെ കിതാബ് തൗഹീദ് നോക്കിക്കണോ, സൂത്രശാസ്ത്രം വായിച്ചേക്കണോ, ഇതിന് ഷർത്ത് പഠിച്ചേക്കണോ, അതൊന്നും അതിനൊരു അടിസ്ഥാനമല്ല. അതിനൊരു എളുപ്പ വഴി, ഷർത്തെല്ലാം ഒന്നിച്ച് കിട്ടാൻ പറ്റുന്ന ചില കിതാബ് ഉണ്ടായി എന്ന് അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. ഈ കിതാബ് രചിക്കപ്പെടുന്നതിന് മുമ്പോ അന്ന് മനുഷ്യന്മാരില്ലേ ഈ ഷർത്ത് 7 8 10 എണ്ണി പറഞ്ഞു തുടങ്ങിയിട്ട് അധികം കാലൊന്നും ആയിട്ടില്ല. അതിന് മുമ്പ് ഈ ഷർത്തൊക്കെ ഇല്ലേ? ഷർത്തൊക്കെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹ് പറഞ്ഞാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ നബി എവിടെയെങ്കിലും ഇങ്ങനെ ഇതിന് ഷർത്തുകൾ എന്ന് പറഞ്ഞ 7 എണ്ണി പറഞ്ഞേക്കണോ? ഇല്ല. ഈ ഷർത്തൊക്കെ നബി പഠിപ്പിച്ചേക്കണോ? ഈ സംഗതികളൊക്കെ ഉണ്ട്, ഈ സംഗതിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഷർത്ത് നിലയ്ക്ക് എണ്ണി പറഞ്ഞ് പഠിപ്പിച്ചതല്ല. അപ്പം അത് ഉൾക്കൊള്ളുക എന്ന് മാത്രമേ അതിനുള്ളൂ. അല്ലാതെ അങ്ങനത്തെ ഒരു കിതാബ് ഉണ്ടെന്നോ ഇങ്ങനെ ഉണ്ടെന്നോ ഒരാൾക്ക് അറിയില്ല, അതുകൊണ്ട് അയാൾ പൂർത്തിയാവില്ല എന്നൊന്നും പറയാൻ പറ്റുകയില്ല.